ഹലോ നമസ്കാരം കൂട്ടുകാരെ. യൂണിവേഴ്സിറ്റി LGSൻ്റെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 5ാമത്തെ മൊഡ്യൂളാണ് ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ആക്കാനായിട്ട് പോകുന്നത്. 5ാമത്തെ മൊഡ്യൂളിൽ പറയുന്നത് കേരളം ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായികരംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്. ഇത് 5 മാർക്കിൻ്റെ ഒരു ഏരിയ ആണ്. 5 മാർക്ക് കിട്ടും. വളരെ ഈസി ആയിട്ട് 5 മാർക്ക് കിട്ടാനുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് നൽകി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ 5ഉം 6ഉം മൊഡ്യൂൾസാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഒരു 10 മാർക്ക് നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. 6ാമത്തെ മൊഡ്യൂളിൽ പറയുന്നത് നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഒരു ക്ലാസ് അതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് 5ാമത്തെ മൊഡ്യൂളാണ് കേട്ടോ. ഫുള്ളായിട്ട് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ക്ലാസ്സിലോട്ട് കിടക്കാം. അതിനോടൊപ്പം പറയാനുള്ള ഒരു കാര്യം, SCERT ബേസ് ചെയ്തുകൊണ്ടുള്ള 2 ചാപ്റ്റേഴ്സ് നമുക്കിതിൽ വരുന്നുണ്ട്. ഒന്ന് കേരളക്കരയിൽ, ഏതാണ് കേരളക്കരയിൽ 5ാം ക്ലാസ്സിലെ പാഠമാണ്. അതുകൂടാതെ കേരളം മണ്ണും മഴയും മനുഷ്യനും 6ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ്. ഇതും കൂടെ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കേരളത്തിൻ്റെ ബേസിക് കാര്യങ്ങൾ പഠിച്ചു പോവാം. നോക്കാം. കേരളം രൂപം കൊണ്ടത് 1956 നവംബർ 1. കേരളം രൂപം കൊണ്ടത് 1956 നവംബർ 1. ഓക്കെ, ഇത് റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തതയില്ല എങ്കിൽ നമ്മളത് PDF നോട്ട്സ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നതായിരിക്കും. അത് കണ്ട് വായിക്കാനായിട്ട് ഒന്നുകൂടെ ശ്രമിക്കണേ. ഓക്കെ, നോക്കാം. കേരളം രൂപം കൊണ്ടത് 1956 നവംബർ 1. തലസ്ഥാനം തിരുവനന്തപുരം. വിസ്തൃതി 38,863 ചതുരശ്ര കിലോമീറ്റർ. 15,005 ചതുരശ്ര മൈൽ എന്നും പറയാം. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ സ്ഥാനം എത്രയാണ്? 21. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ 21ാം സ്ഥാനമാണ്. ഇന്ത്യൻ ഭൂവിസ്തൃതിയിൽ കേരളത്തിൻ്റെ ശതമാനം എന്ന് പറയുന്നത് 1.18%. ഇന്ത്യൻ ഭൂവിസ്തൃതിയിൽ കേരളത്തിൻ്റെ ശതമാനം 1.18%. കേരളത്തിന് സമാനമായ ഭൂവിസ്തൃതിയുള്ള രാജ്യമുണ്ട്. അതേതാണ്? ഭൂട്ടാനാണ്. കേരളത്തിന് സമാനമായ ഭൂവിസ്തൃതിയുള്ള രാജ്യമാണ് ഭൂട്ടാൻ. തീരദേശ ദൈർഘ്യം എത്രയാണ്? കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് 580 കിലോമീറ്ററാണ്. 580 കിലോമീറ്റർ. അക്ഷാംശീയ സ്ഥാനം വടക്കൻ അക്ഷാംശം 8 ഡിഗ്രി 17 മിനിറ്റിനും 12 ഡിഗ്രി 47 മിനിറ്റിനും മധ്യയാണ്. രേഖാംശീയ സ്ഥാനം കിഴക്കൻ രേഖാംശം 74 ഡിഗ്രി 27 മിനിറ്റിനും 77 ഡിഗ്രി 37 മിനിറ്റിനും മധ്യയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അധികം ഇതൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ അടുത്ത മേഖലയിലോട്ട് പോവുകയാണ്. അക്ഷാംശീയ വ്യാപ്തി 4 ഡിഗ്രിയും രേഖാംശീയ വ്യാപ്തി 3 ഡിഗ്രിയും എന്ന് പറയുന്നുണ്ട്. അയൽ സംസ്ഥാനങ്ങൾ 2 അയൽ സംസ്ഥാനങ്ങൾ എത്ര എണ്ണമാണ്? 2. തമിഴ്നാടും കർണാടകയും. കേരളത്തിലുള്ള കേന്ദ്രഭരണ പ്രദേശം, കേരളത്തിനുള്ളിലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരിയുടെ ഭാഗമായ മാഹി. പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയാണ് കേരളത്തിലെ കേന്ദ്രഭരണ പ്രദേശം. കേരളത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തെ സംസ്ഥാനമാണ് തമിഴ്നാട്. അതുപോലെ കേരളത്തിൻ്റെ വടക്ക് ദിശയിലുള്ള അയൽ സംസ്ഥാനമാണ് കർണാടകം. അപ്പോൾ നമുക്ക് 2 അയൽ സംസ്ഥാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു, തമിഴ്നാടും കർണാടകയും. അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടും, വടക്കു ദിശയിൽ സ്ഥിതി ചെയ്യുന്ന ഏതാണ്? കർണാടകയുമാണ്. ഓക്കെ, അതിൻ്റെ ഒരു നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്ഥാനവും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പം പറഞ്ഞത്. ഇനി അടുത്തത് കേരളത്തിലെ ജില്ലകളും മറ്റ് അനുബന്ധ വിഷയങ്ങളും നോക്കാം. കേരളത്തിൽ 14 ജില്ലകളാണുള്ളത്. ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം. ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട്. വടക്കേ അറ്റത്തെ ജില്ല കാസർഗോഡ്. തെക്കേ അറ്റത്തെ ജില്ല തിരുവനന്തപുരം. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോഴുണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം 5. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ എത്ര ജില്ലയാണ് ഉണ്ടായിരുന്നത്? 5. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. കടൽ തീരമുള്ള എത്ര ജില്ലകളാണ് ഉള്ളത്? 9. ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം 5. ഏതൊക്കെയാണ്? പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, പാലക്കാട്, വയനാട്. അപ്പോൾ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതെല്ലാമാണ്? പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, പാലക്കാട്, വയനാട് എന്നീ ജില്ലകൾക്ക് എന്തില്ല? കടൽ തീരമില്ല.
ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ്. ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ജില്ല കാസർഗോഡ്. കേരളത്തിലെ 14ാമത്തെ ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിലെ 13ാമത്തെ ജില്ല പത്തനംതിട്ട. കേരളത്തിലെ 12ാമത്തെ ജില്ല ഏതാണ്? വയനാടാണ്. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തിയില്ലാത്ത ജില്ലകളുടെ എണ്ണം 3. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത ജില്ലകളാണ് 3. ഏതൊക്കെയാണ്? ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് എന്നിവയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നില്ല. ഓക്കെ, ക്ലിയർ ആയോ? ഇനി അടുത്തത് ജില്ലകളും രൂപം കൊണ്ട തീയതിയും നോക്കാം. 14 ജില്ലകൾ രൂപം കൊണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 14 ജില്ലകൾ എപ്പോഴാണ് രൂപം കൊണ്ടത് നോക്കാം. ആദ്യമായിട്ട് രൂപം കൊണ്ടത് 5 ജില്ലകളാണെന്ന് പറഞ്ഞു. അതിൽ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. അടുത്തതായി നോക്കുന്നത് ജില്ലകൾ രൂപം കൊണ്ട വർഷവും. രൂപം കൊണ്ട വർഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലകൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കാം. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ എന്നീ ജില്ലകൾ നിലവിൽ വന്നത് 1949 ജൂലൈ 1 ആണ്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ എന്നീ ജില്ലകൾ നിലവിൽ വന്നത് 1949 ജൂലൈ 1 ആണ്. ജൂലൈ 1-നാണ്. അടുത്തത് 3 ജില്ലകൾ പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ. പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകൾ നിലവിൽ വന്നത് 1957 ജനുവരി 1-നാണ്. 1957 ജനുവരി 1-നാണ് പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകൾ നിലവിൽ വന്നത്. അടുത്തതായി നിലവിൽ വന്ന ജില്ലയാണ് ആലപ്പുഴ. അടുത്തതായി നിലവിൽ വന്നത് ആലപ്പുഴയാണ്. 1957 ഓഗസ്റ്റ് 17. 1957 ഓഗസ്റ്റ് 17-നാണ് ആലപ്പുഴ ജില്ല നിലവിൽ വന്നത്. അടുത്തതായി നിലവിൽ വന്നത് എറണാകുളം നിലവിൽ വന്നത് 1958 ഏപ്രിൽ 1. 1958 ഏപ്രിൽ 1-നാണ് എറണാകുളം ജില്ല നിലവിൽ വന്നത്. അടുത്തതായി മലപ്പുറം ജില്ല നിലവിൽ വന്നത് 1969 ജൂൺ 16. 1969 ജൂൺ 16-നാണ് മലപ്പുറം ജില്ല നിലവിൽ വന്നത്. അടുത്തത് ഇടുക്കിയാണ്. ഇടുക്കി 1972 ജനുവരി 26. ഇടുക്കി ജനുവരി 26. 1972 ജനുവരി 26. റിപ്പബ്ലിക് ഡേക്ക് നിലവിൽ വന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഇടുക്കിയാണ്. അടുത്തത് വയനാട് നിലവിൽ വന്നത് 1980 നവംബർ 1. 1980 നവംബർ 1. പത്തനംതിട്ട ജില്ല നിലവിൽ വന്നത് 1982 നവംബർ 1. പത്തനംതിട്ട ജില്ല നിലവിൽ വന്നത് 1982 നവംബർ 1. അടുത്തത് കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ല നിലവിൽ വന്നത് 1984 മെയ് 24. 1984 മെയ് 24-നാണ് കാസർഗോഡ് ജില്ല നിലവിൽ വന്നത്. ഇത് നോട്ട് ചെയ്ത് പഠിക്കുക. കാരണം ഞാൻ ഈ തന്നിരിക്കുന്ന അതിൽ മിസ്റ്റേക്സ് ഉണ്ട്. അതിൽ 1956 നവംബർ 1 എന്നതാണ് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ എന്നീ ജില്ലകൾ നോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് മിസ്റ്റേക്കാണ്. അതൊന്ന് മാറ്റി പഠിക്കാനായിട്ട് നോക്കുക. തെറ്റ് തിരുത്തി പഠിക്കാനായിട്ട് നോക്കുക. എന്താണ്? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ എന്നീ ജില്ലകൾ നിലവിൽ വന്നത് 1949 ജൂലൈ 1-നാണ്. 1949 ജൂലൈ 1-നാണ് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ എന്നീ ജില്ലകൾ നിലവിൽ വന്നത്. അടുത്തതായിട്ട് 3 ജില്ലകൾ നിലവിൽ വന്നു. ഏതാണ് വർഷം? 1957 ജനുവരി 1-ന് പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകൾ നിലവിൽ വന്നു. 1957 ജനുവരി 1-ന് പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകൾ നിലവിൽ വന്നു. ആലപ്പുഴ നിലവിൽ വന്നത് 1957 ഓഗസ്റ്റ് 17. ആലപ്പുഴ 1957 ഓഗസ്റ്റ് 17. എറണാകുളം 1958 ഏപ്രിൽ 1. മലപ്പുറം 1969 ജൂൺ 16. ഇടുക്കി 1972 ജനുവരി 26. വയനാട് 1980 നവംബർ 1. പത്തനംതിട്ട 1982 നവംബർ 1. കാസർഗോഡ് 1984 മെയ് 24. ഓക്കെ, ക്ലിയർ ആയില്ലേ?
കിട്ടിയോ? ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്തത് ജില്ലകളും സവിശേഷതകളും നോക്കാം. ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ ഉള്ള ജില്ലയാണ് തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ ഉള്ള ജില്ല തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ ജില്ല കൊല്ലം. ഇന്ത്യയിലെ ആദ്യ ഭക്ഷ്യസുരക്ഷാ ജില്ല ഏതാണ്? കൊല്ലം. ഏറ്റവും അധികം ലോഹമണൽ നിക്ഷേപമുള്ള ജില്ലയാണ് കൊല്ലം. ഏറ്റവും അധികം ലോഹമണൽ നിക്ഷേപമുള്ള ജില്ല കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട. മലകളും കുന്നുകളും ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴ. മലകളും കുന്നുകളും ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴ. റിസർവ് വനപ്രദേശം ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴ. റിസർവ് വനപ്രദേശം ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴ. ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴ. ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴ. ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായമുള്ള ജില്ല ആലപ്പുഴ. സമുദ്രതീരമില്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തിയില്ലാത്തതുമായ ഏക ജില്ലയാണ് കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല കോട്ടയം. വനവിസ്തൃതി ഏറ്റവും കൂടിയ ജില്ല ഇടുക്കി. ഏറ്റവും അധികം മലകളും കുന്നുകളുമുള്ള ജില്ല ഇടുക്കി. ഇന്ത്യയുടെ റിപ്പബ്ലിക് വാർഷിക ദിനത്തിൽ നിലവിൽ വന്ന ജില്ലയാണ് ഇടുക്കി. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉൽപ്പാദനത്തിൽ ഒന്നാമതുള്ള ജില്ല ഇടുക്കി. വ്യവസായവൽക്കരണത്തിൽ ഒന്നാമതുള്ള ജില്ല എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല എറണാകുളം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല തൃശ്ശൂർ. ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. കേരളത്തിൽ പരുത്തി കൃഷിക്കുള്ള ഏക ജില്ല പാലക്കാട്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറം. ഏറ്റവും അധികം ഗ്രാമവാസികളുള്ള ജില്ല മലപ്പുറം. ആദ്യത്തെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത ജില്ല കോഴിക്കോട്. റെയിൽവേ ലൈൻ ഇല്ലാത്ത കേരളത്തിലെ ജില്ലകൾ ഇടുക്കി, വയനാട്. ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള ജില്ല വയനാട്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ല വയനാട്. കടൽത്തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ. ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ജില്ല കണ്ണൂർ. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ്. പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡ്. ഓക്കെ, അപ്പോൾ അത്രയും ഭാഗങ്ങൾ കിട്ടിയെന്ന് കരുതുന്നു. അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നോക്കാം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 1200. ആകെ ഗ്രാമപഞ്ചായത്തുകൾ 941. ആകെ ബ്ലോക്ക് പഞ്ചായത്തുകൾ 152. ആകെ നഗരസഭകൾ അതായത് മുനിസിപ്പാലിറ്റികൾ 87. സിറ്റി കോർപ്പറേഷനുകൾ 6. ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട സിറ്റി കോർപ്പറേഷനാണ് കണ്ണൂർ. ജില്ലാ പഞ്ചായത്തുകൾ 14. ആകെ താലൂക്കുകൾ 78. ആകെ വില്ലേജുകൾ ഗ്രൂപ്പ് വില്ലേജുകൾ ഉൾപ്പെടെ 1666. വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമിളി ഇടുക്കി. വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം കണ്ണൂർ. ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ കോഴിക്കോട്. ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടി ഇടുക്കി. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂർ. ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളം. ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള സിറ്റി കോർപ്പറേഷൻ തിരുവനന്തപുരം. ഏറ്റവും കുറച്ച് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാട്. ഏറ്റവും കുറച്ച് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല വയനാട്. ഏറ്റവും കുറച്ച് നഗരസഭകളുള്ള ജില്ല ഇടുക്കി. അപ്പോൾ ഏറ്റവും കുറച്ച് ഗ്രാമപഞ്ചായത്ത്, ഏറ്റവും കുറച്ച് ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവ എവിടെയാണ്? വയനാടാണ്. എന്നാൽ ഏറ്റവും കുറച്ച് നഗരസഭകളുള്ള ജില്ല ചോദിച്ചാൽ ഇടുക്കിയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് ഔദ്യോഗിക ചിഹ്നങ്ങൾ. ഇന്ത്യയിൽ നമ്മുടെ ഔദ്യോഗിക ചിഹ്നങ്ങൾ നോക്കാം. ഔദ്യോഗിക മൃഗം ആന. കേരളത്തിന് പുറമെ ആന ഔദ്യോഗിക മൃഗമായ മറ്റ് സംസ്ഥാനങ്ങളാണ് കർണാടകം, ജാർഖണ്ഡ് എന്നിവ. ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. ഔദ്യോഗിക വൃക്ഷം തെങ്ങ്. ഔദ്യോഗിക മത്സ്യം കരിമീൻ. ഔദ്യോഗിക ഫലം ചക്ക. ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരി. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ കിട്ടിയില്ലേ? അടുത്തത് ജനസംഖ്യ നോക്കാം. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ആകെ ജനസംഖ്യ 334,060,061. ഇങ്ങനെ പഠിക്കുക. 334,060,061.
ഇന്ത്യൻ ജനസംഖ്യയിൽ കേരള ജനസംഖ്യാ ശതമാനം 2.76%. ആകെ പുരുഷന്മാർ 1.6 കോടി. ആകെ സ്ത്രീകൾ 1.74 കോടി. അവിടെ സ്ത്രീകളാണ് കൂടുതൽ അല്ലേ. ആകെ ജനസംഖ്യയിൽ സ്ത്രീകളുടെ ശതമാനം 52%. ആകെ ജനസംഖ്യയിൽ പുരുഷന്മാരുടെ ശതമാനം 48%. ഗ്രാമീണ ജനത എത്രയാണ്? 174 71 135. ഇതൊരു ഫോൺ നമ്പർ പോലെയൊക്കെ പഠിക്കാനേ കഴിയുള്ളൂ അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ കഴിയുമോ? ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. നഗര ജനത 159 34 926. അടുത്തത് കേരളത്തിലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് 4.91%. അപ്പോൾ അതൊക്കെ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കേരളത്തിലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് എത്രയാണ്? 4.91%. സ്ത്രീ പുരുഷ അനുപാതം 1084-1000. 1084-1000. ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിന് 860. ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിന് 860. സാക്ഷരതാ നിരക്ക് 93.91%. കേരളത്തിലെ സാക്ഷരതാ നിരക്ക് എത്രയാണ്? 93.91%. പുരുഷന്മാരിലെ സാക്ഷരതാ നിരക്ക് 96.02%. സ്ത്രീകളിലെ സാക്ഷരതാ നിരക്ക് 91.98%. സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല കോട്ടയമാണ്. സാക്ഷരതാ നിരക്ക് കുറഞ്ഞ ജില്ല വയനാട്. ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല കണ്ണൂർ. ഏറ്റവും കുറവ് സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല ഇടുക്കി. 0 മുതൽ 6 വരെ പ്രായമുള്ള കുട്ടികളെ ആൺ പെൺ അനുപാതം 964. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം. ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി. ശരാശരി ആയുർദൈർഘ്യം 71 വർഷം. കേരളത്തിലെ ശരാശരി ആയുർദൈർഘ്യം എത്രയാണ്? 71 വർഷം. ഓക്കെ, അടുത്തത് അടിസ്ഥാന രാഷ്ട്രീയ വിവരങ്ങളാണ്. കേരളത്തിൽ നിന്നുള്ള ആകെ പാർലമെൻറ്റ് അംഗങ്ങൾ എത്രയാണ്? 29. കേരളത്തിൽ നിന്നുള്ള ആകെ പാർലമെൻറ്റ് അംഗങ്ങൾ 29. ലോകസഭാ മണ്ഡലങ്ങൾ 20. രാജ്യസഭാ അംഗങ്ങൾ 9. ലോകസഭാ മണ്ഡലങ്ങൾ 20. രാജ്യസഭാ അംഗങ്ങൾ 9. ലോകസഭയിലെ കേരളത്തിലെ സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം 2. ലോകസഭയിലെ കേരളത്തിലെ സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം 2. ലോകസഭയിലെ കേരളത്തിലെ സംവരണ മണ്ഡലങ്ങൾ മാവേലിക്കരയും ആലത്തൂരുമാണ്. കേരളത്തിലെ ആകെ നിയമസഭാ മണ്ഡലങ്ങൾ 140. കേരളത്തിലെ ആകെ നിയമസഭാ മണ്ഡലങ്ങൾ 140. ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല മലപ്പുറം. ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല മലപ്പുറം. ഏറ്റവും കുറച്ച് നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല വയനാട്. നിയമസഭയിലെ ആകെ സംവരണ മണ്ഡലങ്ങൾ 16. കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14. കേരളത്തിലെ പട്ടികവർഗ സംവരണ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 2. കേരളത്തിലെ പട്ടികവർഗ സംവരണ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 2. ഏതൊക്കെയാണ്? മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയും. കേരളത്തിലെ പട്ടികവർഗ സംവരണ നിയമസഭാ മണ്ഡലങ്ങൾ മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അടുത്തത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി നോക്കാം. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനപ്പെടുത്തി കേരളത്തെ 3 ഭൂവിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ഭൂപ്രകൃതി വിഭാഗങ്ങൾ നോക്കാം. മലനാട്, ഇടനാട്, തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിലധികം ഉയരമുള്ള ഭൂപ്രദേശമാണ് മലനാട്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയുള്ള ഭൂപ്രദേശം അറിയപ്പെടുന്നത് ഇടനാട് എന്നാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശം അറിയപ്പെടുന്നത് തീരപ്രദേശം. അപ്പോൾ 75 മീറ്ററിലധികം ഉയരമുള്ള ഭൂപ്രദേശം മലനാട്, 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലുള്ള ഭൂപ്രദേശം ഇടനാട്, സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയുള്ള ഉയരമുള്ള ഭൂപ്രദേശമാണ് തീരപ്രദേശം. ഏറ്റവും അധികം വിസ്തൃതിയുള്ള ഭൂഭാഗമാണ് മലനാട്. കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയിൽ മലനാടിൻ്റെ ശതമാനം 48%. അതുപോലെ ഇടനാടിൻ്റെ ശതമാനം 41.76%. തീരദേശത്തിൻ്റെ ശതമാനം 10.24%. കേരളത്തിലെ പ്രധാന മലനിരയാണ് പശ്ചിമഘട്ടം. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആനമുടി 2695 മീറ്റർ. അതായത്
8842 അടി എന്ന് പറയാം. അപ്പോൾ അടി കണക്കാണെങ്കിൽ 8842, മീറ്റർ ആണെങ്കിൽ 2695. എങ്ങനെയാണ് പറയാം? 2695 അല്ലേ? 2695 മീറ്റർ. കേരളത്തിലെ ഏറ്റവും പ്രധാന മഴക്കാലമാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഇടവപ്പാതി എന്നും കാലവർഷം ഇത് അറിയപ്പെടുന്നു. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്ന പേര് ഏതാണ്? ഇടവപ്പാതി, കാലവർഷം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. കേരളത്തിലെ രണ്ടാമത്തെ പ്രധാന മഴക്കാലമാണ് വടക്ക് കിഴക്കൻ മൺസൂൺ അഥവാ തുലാവർഷം. വടക്ക് കിഴക്കൻ മൺസൂണിനെ പറയുന്ന പേര് തുലാവർഷം എന്നാണ്. ഓക്കെ, ഇതൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്തത് നദികൾ. കേരളത്തിലെ ആകെ നദികൾ 44. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ 41, കിഴക്കോട്ടൊഴുകുന്ന നദികൾ 3. കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാമാണ്? കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിലെ ഏറ്റവും വലുതും നീളം കൂടിയതുമായ നദിയാണ് പെരിയാർ. പെരിയാർ കേരളത്തിലൂടെ ഒഴുകുന്ന ദൂരം 244 കിലോമീറ്റർ. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി ഭാരതപ്പുഴ 209 കിലോമീറ്റർ ഒഴുകുന്നു. കേരളത്തിലെ നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് പമ്പ, 176 കിലോമീറ്റർ ഒഴുകുന്നു. നാലാമത്തെ സ്ഥാനം ചാലിയാർ, 5ാം സ്ഥാനം ചാലക്കുടി പുഴ. ഓക്കെ, ക്ലിയർ അല്ലേ? കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധമായ നദിയാണ് പെരിയാർ. ആലുവയിലൂടെ ഒഴുകുന്ന നദിയാണ് പെരിയാർ. ആലുവയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പെരിയാറാണ്. കേരളത്തിലെ നൈൽ എന്നും നിള എന്നും അറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിലെ നൈൽ എന്നും നിള എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദിയാണ് പെരിയാർ. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി ഏതാണ്? പെരിയാറാണ്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ട നദിയാണ് പമ്പ. ഭാഗീരഥി എന്നും ബാരിസ് എന്നും അറിയപ്പെട്ട നദി ഏതാണ്? പമ്പയാണ്. അപ്പോൾ പമ്പ അറിയപ്പെടുന്ന പേര് ഏതൊക്കെയാണ്? ബാരീസ് എന്നും ദക്ഷിണ ഭാഗീരഥി എന്നും അറിയപ്പെട്ട നദിയാണ് പമ്പ. മരാമൻ കൺവെൻഷൻ്റെ വേദിയായ നദീതീരമാണ് പമ്പ. മരാമൻ കൺവെൻഷൻ നടക്കുന്നത് എവിടെയാണ്? പമ്പയുടെ തീരത്ത്. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാറാണ്. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാർ. സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരമാണ് ചാലിയാർ. സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദിയാണ് ചാലിയാർ. അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചാലക്കുടിപ്പുഴ. അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടിപ്പുഴ. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ നദി നെയ്യാർ. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ നദി നെയ്യാർ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ. കർണാടകത്തിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ നദിയാണ് കബനി. കർണാടകത്തിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ നദി കബനി. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് കബനി. ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? മൂവാറ്റുപുഴയാർ. ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ ഒഴുകുന്ന നദി മൂവാറ്റുപുഴയാർ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്തത് അണക്കെട്ടുകൾ നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? ഇടുക്കിയാണ് അല്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഇടുക്കിയാണ്. കുറവൻ കുറുത്തി മലകൾക്കിടയിലെ അണക്കെട്ടാണ് ഇടുക്കി. കുറവൻ കുറുത്തി മലകൾക്കിടയിൽ കാണപ്പെടുന്ന അണക്കെട്ടാണ് ഇടുക്കി. അതിൻ്റെ സ്ഥാപിത വൈദ്യുത ഉൽപാദന ശേഷി എന്ന് പറയുന്നത് 780 മെഗാവാട്ടാണ്. ഇടുക്കി അണക്കെട്ടിൻ്റെ സ്ഥാപിത വൈദ്യുതോൽപാദന ശേഷി 780 മെഗാവാട്ടാണ്. ഇടുക്കി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യമാണ് കാനഡ. ഇടുക്കി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം കാനഡ. 1976 ഫെബ്രുവരിയിൽ ഇടുക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഇടുക്കി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാർ. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ അണക്കെട്ടാണ് നെയ്യാർ. കേരളത്തിലെ തെക്കേ അറ്റത്ത് കാണപ്പെടുന്ന അണക്കെട്ട് ഏതാണ്? നെയ്യാർ. പേപ്പാറ അണക്കെട്ട് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരം നഗരത്തിൻ്റെ ജലസേചനാർത്ഥമുള്ള അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കരമനയാറിലാണ്. അരുവിക്കര കരമനയാർ. അരുവിക്കര കരമനയാർ. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം. തെന്മല കൊല്ലം. തെന്മല കൊല്ലം. തെന്മല അണക്കെട്ട് കൊല്ലം. തെന്മല അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് കല്ലടയാർ. നമുക്ക് തെന്മല അണക്കെട്ട്, തെന്മല മലയിൽ എന്തുണ്ടാവും? കല്ലുണ്ടാവും. അപ്പോൾ തെന്മല അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി കല്ലടയാർ. കല്ലടയാർ. കക്കി അണക്കെട്ട് പത്തനംതിട്ട. കക്കി പത്തനംതിട്ട. കക്കി അണക്കെട്ട് പത്തനംതിട്ട. ആനയിറങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. നമുക്ക് ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ വനപ്രദേശങ്ങൾ കാണപ്പെടുന്നത്. അപ്പോൾ ആനയിറങ്കൽ എന്നുള്ള ഒരു പേര് ആപ്റ്റായിരിക്കുന്ന ഇതിനായിരിക്കും ഇടുക്കിയിൽ അണക്കെട്ട്. ആനയിറങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി. തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ. അപ്പോൾ തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന ആരാണ്?
തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ നഗരത്തിൽ കുടിവെള്ളം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ടാണ് ശിരുവാണി അണക്കെട്ട്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ നഗരത്തിൽ കുടിവെള്ളം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ഏതാണ്? ശിരുവാണി അണക്കെട്ട്. ഭൂതത്താൻ കെട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് പെരിയാർ. ഭൂതത്താൻ കെട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. ബാണാസുര സാഗർ അണക്കെട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാടാണ്. കബനിയുടെ പോഷക നദിയായ കരമനത്തോട് പുഴയിലുള്ള അണക്കെട്ടാണ് ബാണാസുര സാഗർ. കബനിയുടെ പോഷക നദിയായ കരമൻതോട് പുഴയിലുള്ള അണക്കെട്ട് ഏതാണ്? ബാണാസുര സാഗറാണ്. മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അണക്കെട്ടുകൾ കംപ്ലീറ്റ് ആക്കി. അടുത്തത് കായലുകൾ. അപ്പോൾ ഇതിലുപരിയുള്ള പോയിൻറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ വേറൊരു ക്ലാസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. കൂടുതൽ പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. ഇപ്പോൾ നമ്മൾ ഇതിലുള്ള പോയിൻറ്റ്സ് പഠിച്ചു പോവാം. കായലുകൾ നോക്കാം. ഇത് തൊഴിൽ വാർത്തയിൽ കുറച്ച് പോർഷൻസ് ആണ്. തൊഴിൽ വാർത്തയിൽ ജനുവരി 6-ാം തീയതി വരുന്ന ലക്കത്തിൽ ഉള്ള ഒരു പോർഷനാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് SCERTയുടെ 2 ചാപ്റ്റേഴ്സ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ കൂടുതൽ വിവരങ്ങൾ നമ്മൾ SCERTയിൽ ഇല്ല, അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ ശേഖരിച്ച് പഠിക്കേണ്ടത്. അപ്പം ഞാനത് കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ക്ലാസ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ ആവേണ്ട. ഇതിൽ കുറച്ച് പോയിൻറ്റ്സേ ഉള്ളൂ, ബേസിക് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കാം. കായലുകൾ. അടുത്തത് കായലുകൾ. കേരളത്തിലെ ആകെ കായലുകൾ 34. കടലുമായി ബന്ധമുള്ള കായലുകൾ എത്ര എണ്ണമാണ്? 27 എണ്ണമാണ് കടലുമായി ബന്ധമുള്ളത്. കടലുമായി ബന്ധമില്ലാത്തതോ? കടലുമായി ബന്ധമില്ലാത്തപ്പോൾ എത്ര എണ്ണമായിരിക്കും? 7 എണ്ണമായിരിക്കും അല്ലേ ബാക്കിയുള്ളത്. അപ്പോൾ ഉൾനാടൻ ജലാശയങ്ങൾ 7. ഉൾനാടൻ ജലാശയങ്ങൾ 7. കേരളത്തിലെ ആകെ കായലുകൾ 34. കടലുമായി ബന്ധമുള്ള കായലുകൾ 27. ഉൾനാടൻ ജലാശയങ്ങൾ 7. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ടുകായൽ. ഏതാണ്? വേമ്പനാട്ടുകായൽ. വേമ്പനാട്ടുകായൽ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതെല്ലാമാണ്? കോട്ടയം, ആലപ്പുഴ, എറണാകുളം. കോട്ടയം, ആലപ്പുഴ, എറണാകുളം. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട്ടുകായൽ. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണ്? വേമ്പനാട്ടുകായൽ. പമ്പ നദി പതിക്കുന്ന കായൽ ഏതാണ്? വേമ്പനാട്ടുകായലാണ് അല്ലേ. പമ്പ വേമ്പ എന്ന് പഠിക്കുക. പമ്പ നദി പതിക്കുന്ന എവിടെയാണ്? വേമ്പനാട്ടുകായൽ. കേരളത്തിലെ 2ാമത്തെ വലിയ കായലാണ് അഷ്ടമുടിക്കായൽ. കേരളത്തിലെ 2ാമത്തെ വലിയ കായൽ ഏതാണ്? അഷ്ടമുടിക്കായൽ. അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്നത്. മൺട്രോത്തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഷ്ടമുടിക്കായലിലാണ്. മൺട്രോത്തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അഷ്ടമുടിക്കായൽ. നീണ്ടകരയിൽ അറബിക്കടലുമായി ചേരുന്ന കായലാണ് അഷ്ടമുടിക്കായൽ. നീണ്ടകരയിൽ അറബിക്കടലുമായി ചേരുന്ന കായൽ അഷ്ടമുടിക്കായൽ. കല്ലടയാറിൻ്റെ പതനസ്ഥാനമാണ് അഷ്ടമുടിക്കായൽ. കല്ലടയാർ പതിക്കുന്ന എവിടെയാണ്? അഷ്ടമുടിക്കായലിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടക്കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടക്കായൽ. ശാസ്താംകോട്ടക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലമാണ്. എവിടെയാണ്? കൊല്ലം. ശുദ്ധജല തടാകമായ വെള്ളായണി എവിടെയാണ്? തിരുവനന്തപുരം. ശുദ്ധജല തടാകമായ വെള്ളായണി തിരുവനന്തപുരം. പൂക്കോട് തടാകം എവിടെയാണ്? പൂക്കോട് തടാകം വയനാടാണ് അല്ലേ. ശുദ്ധജല തടാകമായ പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാടാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന വേമ്പനാട്ടുകായലിൻ്റെ ഭാഗമാണ് പുന്നമടക്കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലാണ്. അതെവിടെയാണ്? വേമ്പനാട്ടുകായലിൻ്റെ ഭാഗമാണ്. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായലാണ് വേമ്പനാട്ടുകായൽ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ വേമ്പനാട്ടുകായൽ. കാർത്തികപ്പള്ളി മുതൽ പന്മന വരെ വ്യാപിച്ചിരിക്കുന്ന കായലാണ് കായംകുളം കായൽ. ഏതാണ്? കാർത്തികപ്പള്ളി മുതൽ പന്മന വരെ വ്യാപിച്ചിരിക്കുന്ന കായലാണ് കായംകുളം കായൽ. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയില്ലേ? അടുത്തത് വന്യജീവി സങ്കേതങ്ങൾ. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഇരവികുളമാണ്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിൽ പ്രത്യേകമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ജീവിയാണ് വരയാട്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. പ്രാദേശികമായി സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ലയാണ് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല.
പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. ചെന്തുരുണി വന്യജീവി സങ്കേതമുള്ള ജില്ല കൊല്ലം. മഴനിഴൽ പ്രദേശത്തുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചിന്നാർ. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. നക്ഷത്രയാമകൾക്ക് പ്രസിദ്ധമായ വന്യജീവി സങ്കേതമാണ് ചിന്നാർ. ചിമ്മിണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണ് ആറളം. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം നെയ്യാർ. അരിപ്പ വനപ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. മലബാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കൊട്ടിയൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ. 2020 ജൂലൈയിൽ രൂപം കൊണ്ട കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. ഡോക്ടർ സലീം അലി പക്ഷിസങ്കേതം എന്നറിയപ്പെടുന്നത് തട്ടേക്കാട് പക്ഷിസങ്കേതം. തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശമാണ് മംഗളവനം പക്ഷിസങ്കേതം. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചൂലന്നൂർ. മുണ്ടേരിക്കടവ് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. മുണ്ടേരിക്കടവ് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. കേരളത്തിലെ ഒരു പ്രത്യേക ചെടിയുടെ സംരക്ഷണത്തിനായി നിലവിൽ വന്ന സങ്കേതമാണ് കുറിഞ്ഞിമല സംരക്ഷണ കേന്ദ്രം. വേമ്പനാട് പക്ഷിസങ്കേതം എന്നും അറിയപ്പെടുന്നത് കുമരകമാണ്. കുമരകം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. അപ്പോൾ കുമരകം കോട്ടയം ജില്ലയിലാണ്. വേമ്പനാട് പക്ഷിസങ്കേതം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അടുത്തത് കേരളവുമായി ബന്ധപ്പെട്ട SCERT പാഠഭാഗങ്ങളാണ് നോക്കുന്നത്. 5ാം ക്ലാസ്സിലെ 10ാമത്തെ അധ്യായം കേരളക്കരയിൽ നോക്കാം. കേരളം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിലാണ്. കേരളം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിലാണ്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം അടിസ്ഥാനമാക്കി കേരളത്തെ 3ആയി തരംതിരിക്കാം. മലനാട്, ഇടനാട്, തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം അടിസ്ഥാനമാക്കി കേരളത്തെ 3ആയി തരംതിരിക്കുന്നു. മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് മലനാടെന്നാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ മലനാട് എന്നറിയപ്പെടുന്നു. നദികളുടെയെല്ലാം ഉത്ഭവസ്ഥാനം മലനാടാണ്. തേയില, ഏലം, കുരുമുളക് എന്നിവയാണ് പ്രധാന വിളകൾ. തേയില, ഏലം, കുരുമുളക് എന്നിവയാണ് മലനാട്ടിലെ പ്രധാന വിളകൾ. തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ നീളുന്ന പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമാണ് മലനാട്. തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ നീളുന്ന പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമാണ് മലനാട്. സഹ്യപർവ്വത നിര എന്നറിയപ്പെടുന്നത് പശ്ചിമഘട്ടമാണ്. സഹ്യപർവ്വതനിര എന്നറിയപ്പെടുന്നത് പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ട വനപ്രദേശമായ സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ് സിംഹവാലൻ കുരങ്ങ്. പശ്ചിമഘട്ട വനപ്രദേശമായ സൈലന്റ് വാലി എവിടെയാണ്? പാലക്കാട് ജില്ലയിൽ അല്ലേ? പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇത് സൈലന്റ് വാലി. ഈ സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ് സിംഹവാലൻ കുരങ്ങ്. ഓക്കെ. അടുത്തത് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശമാണ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശമാണ് ഇടനാട്. ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും അടങ്ങുന്നു. ഈ ഇടനാട്ടിൽ അടങ്ങുന്ന ഭൂപ്രദേശം ഏതാണ്? ചെറിയ കുന്നുകൾ, താഴ്വരകൾ, നദീതടങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇടനാട്. ഇവിടെ കാണപ്പെടുന്ന കൃഷികൾ ഏതെല്ലാമാണ്? നെല്ല്, തെങ്ങ്, വാഴ, ചേന, ചേമ്പ്, കമുക്, റബ്ബർ, കുരുമുളക്, കാപ്പി, മരച്ചീനി തുടങ്ങിയ വിവിധ വിളകൾ കൃഷി ചെയ്യുന്നു. ഏതൊക്കെയാണ്? നെല്ല്, തെങ്ങ്, വാഴ, ചേന, ചേമ്പ്, കമുക്, റബ്ബർ, കുരുമുളക്, കാപ്പി, മരച്ചീനി തുടങ്ങിയ വിവിധ വിളകൾ കൃഷി ചെയ്യുന്ന ഭൂഭാഗമാണ് ഇടനാട്.
അടുത്തത് തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശമാണ് തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശമാണ് തീരപ്രദേശം. മണൽ നിറഞ്ഞ ഭൂപ്രദേശം. മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണ്. പ്രധാന കൃഷി തെങ്ങ്, നെല്ല് എന്നിവയാണ്. പ്രധാന കൃഷി തെങ്ങ്, നെല്ല് എന്നിവ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. ഇടവപ്പാതി കാലവർഷം എന്നിങ്ങനെ അറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. ഇടവപ്പാതി കാലവർഷം എന്നിങ്ങനെ അറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂണാണ്. തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ. വൈകുന്നേരങ്ങളിലെ ഇടിയോടുകൂടിയ മഴ ഏത് മൺസൂണിൻ്റെ പ്രത്യേകതയാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ. വൈകുന്നേരങ്ങളിലെ ഇടിയോടുകൂടിയ മഴ ഏത് മൺസൂണിൻ്റെ പ്രത്യേകതയാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ. കേരളത്തിലെ നദികളുടെ എണ്ണം 44. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ 41. കിഴക്കോട്ടൊഴുകുന്ന നദികൾ 3. കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ എന്നിവ. കബനി, ഭവാനി, പാമ്പാർ എന്നിവ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. 244 കിലോമീറ്റർ ഒഴുകുന്നു. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന പുഴയാണ് കൊടുങ്ങരപ്പള്ളം പുഴ. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന പുഴയാണ് കൊടുങ്ങരപ്പള്ളം പുഴ. 1/4 നൂറ്റാണ്ടിനു ശേഷം വീണ്ടും പുനർജനിച്ച പുഴയാണ് കൊടുങ്ങരപ്പള്ളം പുഴ. 1/4 നൂറ്റാണ്ടിനു ശേഷം വീണ്ടും പുനർജനിച്ച പുഴയാണ് കൊടുങ്ങരപ്പള്ളം പുഴ. കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങൾ അറിയപ്പെടുന്നത് കായലുകൾ. കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ. കേരളത്തിലെ കായലുകൾ 34. കേരളത്തിൽ എത്ര കായലുകളാണുള്ളത്? 34. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ടുകായൽ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിൽ ഒഴുകുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടുകായൽ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു. കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ. കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. എവിടെയാണ്? കൊല്ലം ജില്ലയിൽ. റെയിൽ പാതകളില്ലാത്ത ജില്ലകളാണ് വയനാട്, ഇടുക്കി എന്നിവ. റെയിൽ പാതകളില്ലാത്ത ജില്ലകൾ വയനാട്, ഇടുക്കി. കടൽ തീരമില്ലാത്ത ജില്ലകൾ വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്. കടൽ തീരമില്ലാത്ത ജില്ലകൾ വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആ ചാപ്റ്ററിൽ. ഇനി അടുത്തൊരു ചാപ്റ്റർ 6ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായമാണ് കേരളം, മണ്ണും മഴയും മനുഷ്യനും. നോക്കാം. പൊതുവെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണാണ് അല്ലേ? ഏറ്റവും കൂടുതൽ പോഷകാംശങ്ങളുള്ളത് ഏത് മണ്ണിലായിരിക്കും? ഈ എക്കൽ മണ്ണിലായിരിക്കും അല്ലേ? പോഷകങ്ങളൊക്കെ വഹിച്ചുകൊണ്ട് വരുന്ന മണ്ണാണ് ഈ എക്കൽ മണ്ണ്. അതുകൊണ്ട് തന്നെ പൊതുവായി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. അതിൻ്റെ വേറൊരു പേരാണ് ചെങ്കൽ മണ്ണ്. ഏതാണ്? ചെങ്കൽ മണ്ണ്. എത്രയാണെന്ന് അറിയാമോ കാണപ്പെടുന്നത്? 65% കാണപ്പെടുന്നത്. അപ്പോൾ കേരളത്തിലെ ലാറ്ററൈറ്റ് മണ്ണ് എത്രയാണ് കാണപ്പെടുന്നത്? 65%. ഇന്ത്യയിൽ കൂടുതൽ കാണുന്ന മണ്ണിനുമാണ് എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും ഏതാണ്? എക്കൽ മണ്ണാണ്. കേരളത്തിലെ വാർഷിക മഴ ലഭ്യത 300 സെൻറ്റിമീറ്റർ ആണ്. കേരളത്തിലെ വാർഷിക മഴ ലഭ്യത എത്രയാണ്? 300 സെൻറ്റിമീറ്റർ ആണ്. എന്നാൽ തമിഴ്നാട്ടിലെ വാർഷിക മഴ ലഭ്യത 95.9 സെൻറ്റിമീറ്റർ ആണ്. തമിഴ്നാട്ടിലെ വാർഷിക മഴ ലഭ്യത 95.9 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെന്തായാലും പഠിച്ചിരിക്കണം. കാരണം SCERT പാഠഭാഗത്ത് ഉള്ള പോയിൻറ്റ്സ് ആണ് അല്ലേ? അപ്പോൾ ഇതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. തമിഴ്നാട്ടിലെ ആകെ നദികൾ 14. നോക്കൂ, എത്ര നദികളേ ഉള്ളൂ തമിഴ്നാട്ടിൽ? 14 നദികളേ ഉള്ളൂ അല്ലേ? എന്നാൽ കേരളത്തിൽ എത്ര നദികളുണ്ട്? 44 നദികളുണ്ട്. ഏലം, തേയില എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമായ താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ്. ഏലം, തേയില എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമായ താപനില എത്രയാണ്? 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെ. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് ആരാണ്? ജോൺ ജോസഫ് മർഫിയാണ്. അയർലൻഡുകാരനായ ജോൺ ജോസഫ് മർഫിയാണ് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ്.
കേരളത്തിൽ ആദ്യമായി 1902 റബ്ബർ കൃഷി തുടങ്ങിയത് എവിടെയാണ്? ആലുവയിലാണ്. കേരളത്തിൽ ആദ്യമായി 1902 റബ്ബർ കൃഷി തുടങ്ങിയത് എവിടെയാണ്? ആലുവയിലാണ്. കേരളത്തിൽ ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി തുടങ്ങിയത് കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിലാണ്. കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിലാണ് കേരളത്തിൽ ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി തുടങ്ങിയത്. എവിടെയാണ്? കോട്ടയം ജില്ല മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിൽ എന്ത് ചെയ്തു? വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി തുടങ്ങി. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കേരളത്തിലെ ഭൂപ്രദേശമാണ് ഇടനാട്. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കേരളത്തിലെ ഭൂപ്രദേശം ഇടനാട്. നൂതന കൃഷിരീതികളാണ് ഹരിതഗൃഹ കൃഷി, കൃത്യത കൃഷി, ഫെർട്ടിഗേഷൻ എന്നിവ. നൂതന പുതിയ കൃഷിരീതികൾ ഏതൊക്കെയാണ്? ഹരിതഗൃഹ കൃഷി, കൃത്യത കൃഷി, ഫെർട്ടിഗേഷൻ. കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിക്കാതിരിക്കാൻ സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ വളർത്തുന്ന രീതിയാണ് ഹരിതഗൃഹ കൃഷി അഥവാ ഗ്രീൻ ഹൗസ് ഫാമിംഗ്. കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിക്കാതിരിക്കാൻ സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ വളർത്തുന്ന കൃഷിരീതിയാണ് ഹരിതഗൃഹ കൃഷി അഥവാ ഗ്രീൻ ഹൗസ് ഫാമിംഗ്. ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ വെള്ളം എന്നിവ കൃത്യമായ അളവിൽ നൽകുന്ന കൃഷിരീതിയാണ് കൃത്യത കൃഷി അഥവാ പ്രിസിഷൻ ഫാമിംഗ്. എന്താണ്? ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ വെള്ളം എന്നിവ കൃത്യമായ അളവിൽ നൽകുന്ന കൃഷിരീതിയാണ് കൃത്യത കൃഷി അഥവാ പ്രിസിഷൻ ഫാമിംഗ്. അടുത്തത് വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന കൃഷിരീതിയാണ് ഫെർട്ടിഗേഷൻ. എന്താണ്? വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന കൃഷിരീതിയാണ് ഫെർട്ടിഗേഷൻ. കേരളത്തിലെ കർഷക ദിനം എന്നാണ്? ചിങ്ങം 1. കേരളത്തിലെ കർഷക ദിനം ചിങ്ങം 1. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മാത്രമേ എന്തായിട്ടുള്ളൂ? നമ്മുടെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന മേഖലയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന 5ാമത്തെ മൊഡ്യൂളിൽ നമുക്ക് SCERT പാഠഭാഗമായിട്ട് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇതിലുപരിയുള്ള പോയിൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും? അടുത്തൊരു ക്ലാസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.